ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരുന്നത് ഇവർ വിന്നർ ആവുകയാണെങ്കിൽ പ്രസ് മീറ്റിനെ എങ്ങനെയായിരിക്കും അഭിമുഖീകരിക്കുക എന്ന് സങ്കല്പിച്ചിട്ട് ഓരോരുത്തരും വന്ന് പറയുക. അങ്ങനെ നെവിൻ ടാസ്ക് ലെറ്റർ വായിക്കുന്നു. ബിഗ് ബോസ് പറയുന്നു നെവിനോട് മര്യാദയ്ക്ക് ടാസ്ക് ലെറ്റർ ഒന്നുകൂടെ വായിക്കാൻ. അനീഷാണ് ആദ്യം തന്നെ ഹോട്ട് സീറ്റിൽ മീഡിയയെ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. മറ്റുള്ളവർ മീഡിയക്കാരായിട്ട് മാറും. അങ്ങനെ പച്ചക്കോയിൽ മീഡിയയിൽ നിന്നാണ് അനു എന്ന് പറയുന്ന ഒരു മീഡിയക്കാരി വന്നിരിക്കുന്നത്. അങ്ങനെ അനീഷിനോട് മീഡിയക്കാരുടെ ഒരു ചോദ്യം, തനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിരുന്നു എന്നാണ്. അങ്ങനെ അനീഷ തിരിച്ചു പറയുന്നു, ക്രഷ് ഒന്നുമല്ല, പക്ഷെ ജിസേൽ ആ പാട്ട് പാടുമ്പോഴും അതുപോലെ വീക്കെൻഡ് എപ്പിസോഡിൽ അനു വന്ന് മേക്കപ്പ് ചെയ്ത് തരുമ്പോഴും തനിക്കൊരു കുളിർമ മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവാറുണ്ടെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് തൻ്റെ സിനിമാ മോഹത്തെക്കുറിച്ച് പറയുന്നു. എന്നും സിനിമയായിരുന്നു മനസ്സിലുണ്ടായതെന്നും യാദൃശികമായിട്ട് സീരിയൽ ഫീൽഡിലേക്ക് വന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇത്രയും സീരിയസ് ആക്കി ടാസ്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, കുറച്ച് ഫണ്ണൊക്കെ ആഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോന്നും വന്ന് പറയുന്നു. നെവിനോടും ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അക്ബറും തിരിച്ച് അനുവിനോട് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ബസ്സിലെ പരാമർശത്തിനെ കുറിച്ച് ആര്യം ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത്. അങ്ങനെ ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞ് മോർണിംഗ് ടാസ്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോയി. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.